ബി.ഡി.ജെ.എസ് എൻ.ഡി.എ മുന്നണി വിടണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നതായി പരന്നിരുന്ന വാർത്തകൾ പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി തള്ളിയിരുന്നു. ഇപ്പോൾ ഇതേ പ്രതികരണവുമായി എസ്.എൻ.ഡി.പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ.ഡി.എയിൽ ബി.ഡി.ജെ.എസ് അതൃപ്തരാണ് എന്നതാണ് വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ വാദം. മുന്നണിയിൽ മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനങ്ങളും നൽകുന്നത് ഒരു വിഭാഗത്തിനാണ് എന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ആരെയും പരിഗണിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ പരിഭവം ബി.ഡി.ജെ.എസിനുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചു. എൻ.ഡി.എ ഇന്നലെ വന്നവനെ തലയിൽ വെക്കുമെന്നും പണ്ടേ ഉള്ളവനെ ചവിട്ടുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ ബി.ഡി.ജെ.എസ് കോട്ടയം ജില്ലാ കമ്മിറ്റി മുന്നണി മാറ്റം ആവശ്യപ്പെട്ടത് വാർത്തയായിരുന്നു. എൻ.ഡി.എ വിടണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ക്യാമ്പിൽ പ്രമേയം അവതരിപ്പിക്കുകയും ഉണ്ടായിരുന്നു. 9 വർഷമായി ബി.ജെ.പിയിലും എൻ.ഡി.എയിലും അവഗണനയാണ് നേരിടുന്നത് എന്നതാണ് ബി.ഡി.ജെ.എസ് നേതാക്കൾ ഉയർത്തുന്ന പരാതി. എൻ.ഡി.എയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന മറ്റു മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണമെന്നുമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഈ വാർത്തകൾ തള്ളി ബി.ഡി.ജെ.എസ് സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി രംഗത്തുമെത്തി. ബി.ഡി.ജെ.എസ് എൻ.ഡി.എക്കൊപ്പം തുടരുമെന്നും പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. അഭിപ്രായങ്ങൾ ഉയർന്നത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. എൻ.ഡി.എയുമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി അന്ന് കൂട്ടിച്ചേർത്തിരുന്നതാണ്. കേരളത്തിൽ എൻ.ഡി.എ ഒന്നുമല്ലാത്ത സമയത്ത് അവർക്കൊപ്പം കൂടിയതാണ് ബി.ഡി.ജെ.എസ്. അന്ന് അവർക്ക് 6% വോട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 16% വർദ്ധിച്ചു. ഇപ്പോഴത് 22% വോട്ടായെന്നും തുഷാർ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിരുന്നു. ബി.ഡി.ജെ.എസിന്റെ മുന്നണി മാറ്റം കുറച്ചു നാളുകൾക്ക് മുൻപേ തന്നെ ചേർത്തലയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായിരുന്നു. അവഗണന സഹിച്ച് എൻ.ഡി.എയിൽ തുടരണോ എന്ന ചില അംഗങ്ങൾ ചോദിച്ചുവെങ്കിലും മുന്നണി വിട്ടാലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുവാദങ്ങൾ ഉണ്ടാവുകയായിരുന്നു. മുങ്ങുന്ന കപ്പലായി യു.ഡി.എഫിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ചിലർ പറഞ്ഞു. എൽ.ഡി.എഫിൽ ചേർന്ന് കഴിഞ്ഞാൽ കാര്യമായ പ്രയോജനമില്ല എന്ന അഭിപ്രായവും ഉയർന്നു വന്നു. മുന്നണി മാറ്റ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് യു.ഡി.എഫിന്റെ നേതാക്കൾ ബി.ഡി.ജെ.എസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിരുന്നതായും വിവരമുണ്ടായിരുന്നു. എന്നാൽ ബി.ഡി.ജെ.എസ് വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ എൻ.ഡി.എയിൽ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബി.ഡി.ജെ.എസ് വന്നില്ല എങ്കിലും യു.ഡി.എഫിലേക്ക് പോകരുത് എന്നാണ് എൽ.ഡി.എഫ് നേതൃത്വത്തിന്റെ വികാരമെന്ന് ബി.ഡി.ജെ.എസ് മനസ്സിലാക്കുന്നുണ്ട്. ഈഴവ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ബി.ഡി.ജെ.എസ് യു.ഡി.എഫിനൊപ്പം ചേർന്നാൽ അത് എൽ.ഡി.എഫിന് തിരിച്ചടിയാകും എന്നതാണ് കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായിരുന്നു ബി.ഡി.ജെ.എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ പ്രധാന അജണ്ട. അതിനു പുറമെ ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുകയായിരുന്നു. എൻ.ഡി.എക്ക് കേരളത്തിൽ അത്ര കണ്ട് വേരോട്ടമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ബി.ഡി.ജെ.എസ് എൻ.ഡി.എയുടെ കൂടെ ചേർന്നത്. ആ എൻ.ഡി.എയുടെ കൂടെ ബി.ഡി.ജെ.എസ് ചേർന്ന സാഹചര്യത്തിൽ എല്ലാ ഈഴവ സമുദായ വോട്ടുകളും എൻ.ഡി.എയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ദ്രുതഗതിയിൽ തന്നെയായിരുന്നു എൻ.ഡി.എയുടെ കേരളത്തിലെ വളർച്ച. ഇന്നിപ്പോൾ കേരളത്തിലെ എൻ.ഡി.എയുടെ ശതമാന കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ അത് വലിയ തോതിൽ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും 2019 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൻ.ഡി.എക്ക് നേരിയ തോതിലെങ്കിലും വർധനവുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ബി.ഡി.ജെ.എസിന് കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ല, അവഗണനകൾ നേരിടുന്നു, അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണമെല്ലാം തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ ബി.ഡി.ജെ.എസ് എൻ.ഡി.എ മുന്നണി വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യത്തിന് എൻ.ഡി.എ സംബന്ധിച്ച് ബി.ഡി.ജെ.എസ് വിട്ടുകഴിഞ്ഞാലും യാതൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. അതിനുള്ള പ്രധാന കാരണം ആദ്യമെല്ലാം തന്നെ ഈഴവ വോട്ടുകളെയും ഹൈന്ദവ വോട്ടുകളെയും ബി.ജെ.പിയിലേക്ക് അഥവാ എൻ.ഡി.എയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്ന് ആ ലക്ഷ്യം ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ബി.ഡി.ജെ.എസ് എൻ.ഡി.എയുടെ കൂടെ കൂടിയപ്പോൾ ലഭിച്ച ഈഴവ വോട്ടുകളെല്ലാം തന്നെ ഇന്നിപ്പോൾ എൻ.ഡി.എയുടെയും ബി.ജെ.പിയുടെയും വോട്ട് ബാങ്കായി മാറിയിരിക്കുകയാണ്. ബി.ഡി.ജെ.എസ് മാറിക്കഴിഞ്ഞാലും ഇതേ ഈഴവ വോട്ടുകൾ ബി.ജെ.പിക്കോ അഥവാ എൻ.ഡി.എക്കോ സ്വന്തം തന്നെയാണ്. ബി.ഡി.ജെ.എസിൽ നിന്ന് നഷ്ടമാകുന്നത് ബി.ഡി.ജെ.എസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി.ഡി.ജെ.എസിനെ മാത്രം വിശ്വസിക്കുന്ന ഏതാനും ചില വോട്ടുകൾ മാത്രമായിരിക്കും. അതല്ലാതെ എല്ലാ ഈഴവ സമുദായങ്ങളെയും എല്ലാ ഈഴവ വോട്ടുകളെയും സ്വാധീനിക്കാനായി ബി.ഡി.ജെ.എസിന് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികളും ലക്ഷ്യം വെക്കുന്നത് ബി.ഡി.ജെ.എസ് യു.ഡി.എഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി.ഡി.ജെ.എസിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഹൈന്ദവ ഈഴവ വോട്ടുകളെല്ലാം തന്നെ യു.ഡി.എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാലക്രമേണ പിന്നീട് ഈ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടായാലോ, വോട്ട് ബാങ്ക് വർദ്ധിച്ചു കഴിഞ്ഞാലോ എന്നുള്ളൊരു ആശങ്ക യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. ഇതേ ആശങ്ക ഇടതുപക്ഷത്തിലേക്ക് ബി.ഡി.ജെ.എസ് പോവുകയാണെങ്കിൽ സംഭവിക്കാമെന്നും യു.ഡി.എഫിനും ആശങ്കയുണ്ട്. ഇത്തരമൊരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി.ഡി.ജെ.എസിന് മുകളിൽ ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇത്തരമൊരു സാമുദായിക വോട്ടുകളും പരിഗണനയും ഉള്ളതുകൊണ്ട് തന്നെ ബി.ഡി.ജെ.എസിനെ സംബന്ധിച്ച് കേരളത്തിലെ മറ്റ് ഇരു മുന്നണികൾക്കിടയിലും സ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷെ അതേസമയം ബി.ഡി.ജെ.എസ് ഏത് മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാലായിരിക്കും അംഗീകാരം ലഭിക്കുക എന്നുള്ള ചോദ്യത്തിനാണ് ബി.ഡി.ജെ.എസ് ഇപ്പോൾ മൗനമായി നിൽക്കുന്നത്. അക്കാര്യത്തിൽ മാത്രമാണ് ബി.ഡി.ജെ.എസിനകത്ത് ആശങ്ക തുടരുന്നത്. എന്നാൽ
അതേസമയം ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ തലപൊക്കിയിരുന്ന സാഹചര്യത്തിൽ തങ്ങൾ മുന്നണി മാറ്റത്തിലേക്കില്ല, തങ്ങൾ അത്തരമൊരു കാര്യം തീരുമാനിച്ചിട്ടേയില്ല, ചർച്ച ചെയ്തിട്ടേയില്ല, തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നുള്ളതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട്. പക്ഷേ ആ നിലപാടുകളെല്ലാം തന്നെ മാറി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. BDJS യഥാർത്ഥത്തിൽ NDA മുന്നണിയിൽ അതൃപ്തരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾക്കെല്ലാം തന്നെ തിരികൊളുത്തുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യമെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും തങ്ങളുടെ അംഗീകാരം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വരണമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അത് വലിയ തരത്തിലുള്ള തർക്കത്തിനും വലിയ തരത്തിലുള്ള ചർച്ചകൾക്കുമെല്ലാം തന്നെ കോൺഗ്രസിൽ വഴിതിരിച്ചിരുന്നു. പിന്നീട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരിക്കണം എന്ന്. അതായത് കേരളം ഭരിക്കാനായിട്ട് യോഗ്യനായ വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്, 3ാം തവണയും അദ്ദേഹം തന്നെ കേരളം ഭരിക്കണമെന്നും പറഞ്ഞു. അതേസമയം തന്നെ കേരളത്തിൽ പിണറായിയോടൊപ്പം നിൽക്കാനുള്ള അധികായനായ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് പോലും പരോക്ഷമായി ആരോപിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചർച്ചയായി മാറുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള NDAയുമായി ബന്ധപ്പെട്ട വാർത്തയും ഒരർത്ഥത്തിൽ NDAയ്ക്കുള്ളിലും വലിയ തരത്തിലുള്ള പുകച്ചിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. BDJSനും ഇതിന് മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷെ തക്കം പാത്തിരിക്കുന്ന ഇടതു മുന്നണിക്കാണെങ്കിലും വലതു മുന്നണിക്കാണെങ്കിലും ഒരുപക്ഷെ തങ്ങളുടെ നിരീക്ഷണ പാഠവും ഉയർത്തേണ്ട ഒരു സാഹചര്യം കൂടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, മുൻപ് ഇതേ വാർത്ത ചൂടുപിടിച്ച സാഹചര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് യാതൊരു കാരണവശാലും BDJS BJP വിടില്ല, അല്ലെങ്കിൽ BJPയുമായുള്ള സഖ്യം NDA വിടില്ല എന്നെല്ലാം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഔദ്യോഗികമായി യാതൊരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല.